ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ദാരിദ്ര്യമായ 5 ജില്ലകളും അവിടെ നിലനിൽക്കുന്ന മതവിഭാഗങ്ങളും ഏതൊക്കെയാണെന്നാണ്. ദാരിദ്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് എന്നല്ല, ഉൽപാദനശേഷി കുറവുള്ള 5 ജില്ലകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 5, കാസർഗോഡ്. നമ്മുടെ കേരളത്തിൽ ഉൽപാദനശേഷി കുറവുള്ള ജില്ലകളിൽ ഒന്നാണ് കാസർഗോഡ്. ഈ ജില്ലയെ സപ്തഭാഷ സംഗമഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഉൾക്കൊള്ളുന്നത് ഈ ജില്ലയിലാണ്. ഇവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഹിന്ദുമതത്തിലാണ്. 55.84% ഹിന്ദുസവും 37.24% മുസ്ലിം മതവും 6.69% ക്രിസ്തു മതവും ഇവിടെ നിലകൊള്ളുന്നു. നമ്പർ 4, പത്തനംതിട്ട. കേരള സംസ്ഥാനത്തിലെ 13ാമത്തെ റവന്യൂ ജില്ലയായ പത്തനംതിട്ട ജില്ലയെ കേരളത്തിന്റെ തീർത്ഥാടക തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. 56.93% ഹിന്ദുമത വിശ്വാസികളും 38.12% ക്രിസ്ത്യൻ വിശ്വാസികളും 7.6% മുസ്ലിം വിശ്വാസികളും ഇവിടെ നിലകൊള്ളുന്നു. പത്തനംതിട്ടയിലെ ഭൂരിപക്ഷം ഹിന്ദുമതമാണെന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്പർ 3, പാലക്കാട്. ഗേറ്റ് വേ ഓഫ് കേരള എന്നാണ് പാലക്കാട് അറിയപ്പെടുന്നത്. ഉൽപാദനശേഷി കുറവുള്ള ജില്ലകളിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലയായ പാലക്കാടിൽ 68.04% ആളുകളും വിശ്വസിക്കുന്ന മതമാണ് ഹിന്ദുമതം. 28.93% മുസ്ലിമും 4.07% ക്രിസ്ത്യൻ വിശ്വാസികളും ഇവിടെ ഉൾക്കൊള്ളുന്നു. നമ്പർ 2, വയനാട്. കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഈ ജില്ല 1980 നവംബർ 1 രൂപീകരിച്ചത്. കാടുകളുടെ നാട് എന്ന അർത്ഥമുള്ള ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്ന പ്രധാന മതമാണ് ഹിന്ദുമതം. 49.48% ഹിന്ദുമതവും 28.65% ഇസ്ലാം മതവും 21.34% ക്രിസ്ത്യൻ മതവിശ്വാസവും ഇവിടെ നിലകൊള്ളുന്നു. നമ്പർ 1, മലപ്പുറം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് ഈ ജില്ലയിലായിരിക്കും. പക്ഷേ അതല്ല, ഈ ജില്ലയുടെ ഉൽപാദനം കൊണ്ടല്ല, ഇവിടുത്തെ ജനങ്ങൾ പ്രവാസികളായതുകൊണ്ടാണ്. 70.24% മുസ്ലിം വിശ്വാസികളും 27.6% ഹിന്ദു വിശ്വാസികളുമാണ് ഇവിടെ നിലകൊള്ളുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.